നമസ്കാരം. പ്രകൃതി എന്ന സമ്പത്ത് ഈ വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രകൃതി മനുഷ്യരാശിയുടെ സുപ്രധാനവും അവിഭാജ്യ ഘടകവുമാണ്. ഓരോ നിമിഷവും നമ്മെ പരിപാലിപ്പിക്കുകയും പോഷിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയാണ് പ്രകൃതി. കേടുപാടുകൾ തടയാൻ ഇത് നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ പാളി നൽകുന്നു. വായു, വെള്ളം, ഭൂമി, ആകാശം, തീ തുടങ്ങിയവ പ്രകൃതിയിലില്ലാതെ നമുക്ക് ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയില്ല. പ്രകൃതി മനുഷ്യർക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. പ്രകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങൾ, മൃഗങ്ങൾ, വനങ്ങൾ, പക്ഷികൾ, തടാകങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. പ്രകൃതിക്ക് നമ്മെ സംരക്ഷിക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. എന്നിരുന്നാലും ഇക്കാലത്ത് മനുഷ്യൻ അതിനെ ഒന്നായി തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു. ഇന്ന് എല്ലാവർക്കും പ്രകൃതി ആസ്വദിക്കാനുള്ള സമയം കുറവാണ്. വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ പ്രകൃതി ആസ്വദിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മൾ മറക്കുന്നു. നമ്മുടെ ആരോഗ്യ ഫിറ്റ്നസിനായി നമ്മൾ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പ്രകൃതിക്ക് നമ്മെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് മുഴുവൻ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ ശക്തമാണ്. ഒരു മൂലകത്തിന്റെ അഭാവം മാത്രം മതി മനുഷ്യ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദുരന്തമുണ്ടാക്കാൻ പര്യാപ്തമാണ്. ഭൂരിഭാഗം എഴുത്തുകാരും അവരുടെ രചനകളിൽ പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യവും ഗുണവും വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ പിരിമുറുക്കമില്ലാതാക്കാനും രോഗങ്ങളെ സുഖപ്പെടുത്താനും പ്രകൃതിക്ക് കഴിവുണ്ട്. മനുഷ്യ ജീവിതത്തിലെ സാങ്കേതിക പുരോഗതി കാരണം നമ്മുടെ സ്വഭാവം ക്രമേണ കുറഞ്ഞു വരികയാണ്. അത് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും പ്രകൃതിദത്ത അവസ്ഥകൾ സംരക്ഷിക്കുന്നതിനും ഉയർന്ന തലത്തിലുള്ള അവബോധം ആവശ്യമാണ്. നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും തളരാത്ത വിധം ദൈവം എല്ലാം വളരെ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മുടെ സ്വഭാവത്തോട് നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് നാം മറക്കുന്നു. നമുക്കെപ്പോഴും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ആയിരിക്കണമെങ്കിൽ നമ്മുടെ വിവിധവും സ്വാർത്ഥവുമായ പ്രവർത്തനങ്ങൾ നിർത്തി നമ്മുടെ ഗ്രഹത്തെയും അതിന്റെ മനോഹരമായ പ്രകൃതിയും സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കണം. നമ്മുടെ ആവാസ വ്യവസ്ഥയെ സന്തുലിതമായി നിലനിർത്താൻ മരങ്ങളും മുറിക്കരുത്. അത്യന്തികമായി നമ്മൾ പ്രകൃതിയുടെ ഉപഭോക്താവാണ്. അതിനാൽ അത് നാം ശരിക്കും ശ്രദ്ധിക്കണം. പ്രകൃതിയില്ലാതെ മനുഷ്യരാശിയുടെ അതിജീവനം അസാധ്യമാണ്. അത് മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി.